നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. ഉറുഗ്വയായിരുന്നു സമനിലയിൽ തളച്ചിരുന്നത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു. വാൽവെർദേയിലൂടെ ആദ്യം ഉറുഗ്വ ലീഡ് നേടി, പിന്നീട് ഗേഴ്സണിലൂടെ ബ്രസീൽ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ റിസൾട്ടുകൾ എല്ലാം തന്നെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കളിച്ച രണ്ട് മത്സരങ്ങളിലും ബ്രസീൽ സമനില വഴങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്താണ് ബ്രസീൽ ഉള്ളത്. ഇതൊന്നുമല്ല ആരാധകർ ഇപ്പോൾ ബ്രസീലിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇതിനേക്കാൾ മികച്ച റിസൾട്ടുകൾ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിശീലകനായ ഡൊറിവാൾ ജൂനിയർക്ക് ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിന് ശേഷം നടന്ന പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. അതായത് ഈ ഒരു സ്ഥാനം സുരക്ഷിതമാണ് എന്ന് തോന്നുന്നുണ്ടോ, സ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു പരിശീലക ജോലി നഷ്ടമാവാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. എന്നാൽ അതൊക്കെ തീരുമാനിക്കേണ്ട ആളുകൾ CBF ആണ് എന്നുള്ള ഒരു മറുപടിയാണ് ഡൊറിവാൾ ജൂനിയർ നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ ചോദ്യത്തിന് എന്നേക്കാൾ നല്ല രൂപത്തിൽ മറുപടി നൽകാൻ സാധിക്കുക CBF ഫുട്ബോൾ ഡയറക്ടർക്കും അവരുടെ പ്രസിഡന്റിനുമാണ്. എല്ലാവരും ടീമിൻ്റെ വർക്ക് വീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫുട്ബോൾ ഡയറക്ടർ ഒരൊറ്റ ട്രെയിനിങ് സെഷൻ പോലും മിസ് ചെയ്യാറില്ല. ടീമിൻ്റെ റിസൾട്ട് അവർ വിലയിരുത്തുന്നുണ്ട്. ബ്രസീലിൽ ആളുകൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. ക്ലബിൽ ഇതുപോലെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും അവർ വിശ്വസിക്കും. വർക്ക് മികച്ച രൂപത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിർഭാഗ്യം കൊണ്ട് മികച്ച റിസൾട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഭാവിയിൽ നിങ്ങൾക്ക് മികച്ച റിസൾട്ട് കാണാൻ സാധിച്ചേക്കും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഇതാണ് ബ്രസീലിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇൻ്റർനാഷണൽ ബ്രേക്കിൽ നടക്കുന്ന അടുത്ത രണ്ട് മത്സരങ്ങൾ ഡൊറിവാൾ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കും എന്നുള്ളത് മാത്രമല്ല, ഒരൽപ്പം വെല്ലുവിളിയേറിയ മത്സരങ്ങൾ കൂടിയാണ് അത്. കരുത്തരായ കൊളംബിയ, അർജന്റീന എന്നിവരാണ് ആ ഒരു മത്സരങ്ങളിൽ ബ്രസീലിൻ്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കൽ ബ്രസീലിന് നിർബന്ധമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.